ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് സ്കൂളിൽ വന്നിരിക്കുവാണ് ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വോയിസ് കൊടുത്തോണ്ടായിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത്. പക്ഷെ അവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് പറയുന്നൊന്നും വ്യക്തമാവില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇദൂസ് എൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഇദൂസിനെ കൂടി കൂട്ടിയിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. സ്കൂളിലിപ്പോൾ ഓണ മത്സരമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ പുറത്ത് റെഡിയാക്കിയിട്ട് ടീച്ചേഴ്സ് മത്സരമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ LKG UKG സ്റ്റുഡൻസ് ഒക്കെ എല്ലാവരും ഒരുമിച്ചൊരു ക്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പുറത്തിപ്പുറത്തായിട്ടൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ മത്സരം വെക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ച് അങ്ങനെയാട്ടെ ചെയ്യുന്നത്. ഞാൻ ആ ടൈമിൽ ഇദൂസുമായിട്ട് ഇരുന്ന് ഇവരുടെ മത്സരവും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ. എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും പല ടൈപ്പ് വേഷത്തിൽ മങ്കയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഒരുങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ മത്സരമാണ്. അപ്പോൾ ഞങ്ങളുടെ പിള്ളേർ, അതായത് LKG UKG സ്റ്റുഡൻസിനെ എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് തൊപ്പി കൈമാറ്റ മത്സരം നടത്താൻ വേണ്ടി പോവാണ്. ഫസ്റ്റായിട്ട് LKG സ്റ്റുഡൻസിനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ടീച്ചറും സ്റ്റുഡൻസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ HM നമ്മുടെ PTA അംഗങ്ങളൊക്കെ അവിടെ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. നമ്മുടെ അടുക്കള ചേച്ചിമാർ അവരും പാചകത്തിലൊക്കെയാണ്, സദ്യ പ്രിപ്പറേഷൻ ചെയ്യുന്ന പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ഇദൂസും ഞാനും കൂടെ അതേ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇദൂസാണെങ്കിൽ അവരുടെ കളികളൊക്കെ കണ്ടിട്ട് ആള് രസിച്ചോണ്ടിരിക്കുവാണ്. ആള് ചെറുതായിട്ടൊക്കെ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ പിള്ളേരുടെ കളിയൊക്കെ കണ്ടപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത് ഇപ്പോൾ നമ്മുടെ UKG സ്റ്റുഡൻസിൻ്റെ പരിപാടിയാണ്. അവരുടെ മത്സരമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ അവരുടേതും തൊപ്പി കൈമാറ്റ മത്സരമാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ക്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഇദൂസ് അവിടെ നിന്ന് ഓടി ക്ലാസ്സിൽ പോയിട്ട് അവിടെ നിന്ന് ഓരോ സാധനമൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്നതാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട് ആളെ. പിന്നെ അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഇത് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ അവളായിട്ട് ഇദൂസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കളിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഇവിടെ വാഴയിലയും സാധനമൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് സദ്യക്കുള്ളത്. പിന്നെ ഇതൊരു കുട്ടിയുടെ പാരൻ്റാണ്, അവരുടെ കുഞ്ഞാണ് കേട്ടോ, ആ ഒരു പൊടിവാവ. അപ്പോൾ അതവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇദൂസ് അവളെയും കാണുമ്പോഴത്തേക്കും ഓടി കുഞ്ഞിൻ്റെ അടുത്തൊക്കെ വരും. അങ്ങനെയൊക്കെ അങ്ങ് ടൈം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പുറത്തുള്ള മത്സരമൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി അകത്ത് വെച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കുക, അവരെ കൊണ്ട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കുക, അതൊക്കെയായിരുന്നു. പിന്നെ അതേ ഇപ്പോൾ നമ്മുടെ ടീച്ചർ പാടുന്നതാണ് കേൾക്കുന്നത്. പിള്ളേർ പാടാതെ വന്നപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് പാടാൻ തുടങ്ങി. അപ്പോൾ അതേ ആ ഒരു ഇതാണ് കേട്ടോ, ടീച്ചർ പാടുന്നതാണിത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ഓണം സെലിബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് പോന്നു. ഇദൂസിന് ഫുഡ് കൊടുത്തിട്ട് വീട്ടിൽ പോന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് കുറച്ച് ബഹളമായിരുന്നുള്ളൂ. പോരാൻ വേണ്ടിയിട്ട് കുറച്ച് ബഹളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാനും പറ്റിയില്ല. അപ്പോൾ കുഞ്ഞിനാക്കിയിട്ട് സ്കൂളിലേക്ക് ചെല്ലാനായിട്ട് ടീച്ചേഴ്സ് പറഞ്ഞായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇദൂസിനെ ഉറക്കി. പിന്നെ എനിക്ക് പോകാനായിട്ട് കുറച്ച് മടിയായിരുന്നു പോകാനായിട്ട്. എനിക്ക് പിന്നെ കഴിയത്തില്ലായിരുന്നു പോകാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെ പോകാനായിട്ട് പറ്റിയില്ല സ്കൂളിലേക്ക്. അപ്പോൾ ഓണം സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും അതുകൊണ്ട് കുറേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇനി അടുത്ത് ഹോസ്പിറ്റലിൽ വരുന്ന പോവാണ് അമ്മേനെയും കൊണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മുട്ടിന് തേയ്മാനത്തിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ മുട്ടിന് ആ തേയ്മാനം ഉള്ളതുകൊണ്ട് തന്നെ അത് എക്സ്റേ എടുത്തിട്ട് ഒന്ന് കൺഫേം ചെയ്യണമല്ലോ എന്താ സംഭവം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇന്നലെ ഇപ്പോൾ എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഇന്ന് ഹോസ്പിറ്റൽ വരെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ റെഡി ആയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പോൾ ഓണം സെലിബ്രേഷൻ്റെ ബാക്കി ഹോസ്പിറ്റൽ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ലോങ് വീഡിയോ ആണിത്.
അങ്ങനെ ഞങ്ങളതേ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു ഡോക്ടറിൻ്റെ വീടാണ്. അവിടെ ചെന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ഡോക്ടർ തന്നെയാണ്. പുള്ളി വീട്ടിൽ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഞാനും ഇദൂസും അമ്മയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നിനും കൂടെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഓട്ടോയിൽ തന്നെ പോകാൻ ഓർത്തു. പിന്നെ ബസ്സിലൊന്നും പോക്ക് നടക്കില്ല, അമ്മയ്ക്ക് കയറാനും എടുക്കാനൊക്കെ വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ തന്നെ പോകാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ അവിടെ ആരോ റൂമിലുണ്ട്, പുള്ളി അവിടെ ആരെയോ നോക്കുന്നുണ്ട്, പരിശോധിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതേ അമ്മ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതേ ദിവസമായിട്ട് അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാട്ടാ. അവളതേ തൊട്ടലപ്പം വീഴും. ആ ഒരു ഇതാണ്, പെട്ടെന്ന് തന്നെ ആൾ വീട് പോകും. അവിടെ പൂവും ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്, അതുമേലൊക്കെ പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുവാണ് കേട്ടോ. അമ്മ അപ്പോൾ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ അപ്പോൾ ഓരോന്നും എടുത്ത് വെക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ടൈമിൽ ഈ ദിവസം ഓടിപ്പോയിട്ട് ഞാൻ അവളെ പിടിക്കാൻ വേണ്ടി പോയതായിട്ട്. അപ്പോൾ അമ്മയുടെ ഫോൺ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ദിവസം അതിൻ്റെ തോളത്തിങ്ങനെ വെറുതെ കിടക്കുന്ന കേട്ടോ, ഉറങ്ങുന്നൊന്നുമല്ല, വെറുതെ കിടക്കുന്നതാണ് ആൾക്ക് കുറച്ച് മടുക്കുന്നുണ്ട്, ആൾക്ക് ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് ആൾക്ക്. അപ്പോൾ ഓട്ടോ വെയിറ്റിങ്ങിലാണ്. ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്ക് ആൾക്ക് ഇതേ വിശപ്പ് തുടങ്ങിയിട്ട് അതിങ്ങനെ ബിസ്ക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പോലെ എടുത്തോണ്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ആളിതേ ഹാപ്പിയായിട്ടിരിക്കുന്നു. ഓട്ടോയിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി എന്തായാലും വീഡിയോ വരെ എന്തായാലും അനങ്ങാതിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.